ഹിരണ്യകശിപുവിനെ വധിച്ചതിനു ശേഷം നരസിംഹൻ ശാന്തനായില്ല. രക്തം അവന്റെ നഖങ്ങളിൽ തങ്ങിയിരുന്നു. അവന്റെ ഗർജനം സ്വർഗത്തെ കുലുക്കി. പർവ്വതങ്ങൾ നടുങ്ങി, സമുദ്രങ്ങൾ കൊഴുത്തുയർന്നു. ദിവ്യക്രോധത്തിന്റെ തീ ശമിച്ചില്ല, അത് കൂടുതൽ ജ്വലിച്ചു. ദേവന്മാർ ഭയത്തോടെ നോക്കി. ഈ ക്രോധം തുടർന്നാൽ ലോകങ്ങൾ നശിക്കും, അവർ ചൊല്ലി. അവർ മഹാദേവനായ ശിവന്റെ അടുക്കലോടി. ശിവൻ കണ്ണുകൾ അടച്ചു, എല്ലാം മനസ്സിലാക്കി. ഇത് ദുഷ്ടതയല്ല, ലക്ഷ്യം മറന്ന ക്രോധമാണ്. ഒരു മിന്നൽ പ്രകാശത്തിൽ ശിവൻ ശരഭനായി മാറി. സിംഹത്തിന്റെ ശരീരം, 8 ശക്തമായ കാലുകൾ, ആകാശം മൂടുന്ന ചിറകുകൾ, മിന്നലുപോലെ ജ്വലിക്കുന്ന കണ്ണുകൾ. ശരഭൻ നരസിംഹന്റെ മുന്നിലേക്ക് ഇറങ്ങി. 2 ദിവ്യശക്തികൾ നേർക്കുനേർ, കോപവും സമാധാനവും നേർക്കുനേർ നിന്നു. അപാരശക്തിയോടെ ശരഭൻ നരസിംഹനെ തന്റെ വലിയ ചിറകുകളിൽ പൊതിഞ്ഞു. പരാജയപ്പെടുത്താനല്ല, നിയന്ത്രിക്കാൻ. പതുക്കെ ഗർജനം മങ്ങി, നടുങ്ങൽ അവസാനിച്ചു. ക്രോധത്തിന്റെ തീ ശമിച്ചു. നരസിംഹന്റെ കോപം നിശ്ശബ്ദതയായി മാറി. വീണ്ടും ബ്രഹ്മാണ്ഡത്തിൽ സമത്വം തിരിച്ചുവന്നു. അപ്പോൾ ദേവന്മാർ ഒരു സത്യം മനസ്സിലാക്കി. നീതിയുള്ള ശക്തിക്കുപോലും സമത്വം ആവശ്യമുണ്ട്. യഥാർത്ഥ ശക്തി സ്വന്തം ക്രോധത്തെ നിയന്ത്രിക്കുന്നതിലാണ്.